മാങ്കാവ് കണ്ണിപറമ്പ് റോഡിന്റെ വീതി 18 മീറ്ററാക്കി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോഡിന് ഇരുവശത്തും 18 മീറ്ററിൽ കല്ലുകൾ സ്ഥാപിച്ചു. എന്നാൽ പന്തീരങ്കാവിൽ ഒരു ബൈപ്പാസ് നിർമ്മിച്ച് പ്രദേശത്തെ വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നമ്മുടെ മാങ്കാവ് മുതൽ പന്തീരങ്കാവിലുള്ള റോഡിന്റെ വികസനം വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വ്യാപാരികൾ ഒരിക്കലും വികസനത്തിനെതിരല്ല. എന്നിരുന്നാലും ഞങ്ങളുടെ കടകളില്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും വ്യാപാരികൾ സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പന്തീരങ്കാവിന് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഈ 18 മീറ്ററുള്ള റോഡല്ല. ഇവിടെ ആവശ്യം ഒരു ബദൽ റോഡ് തന്നെയാണ്. എല്ലാ പഞ്ചായത്തിലും ഒരു ബസ് സ്റ്റാൻഡെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് വർഷങ്ങളായിട്ട് ഒരു ബസ് സ്റ്റാൻഡോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ പന്തീരങ്കാവ് അങ്ങാടിയിലില്ല. ഇവിടെ വേണ്ടത് ബദലായിക്കൊണ്ടുള്ള ഒരു ബൈപ്പാസ് റോഡ് പോലുള്ള റോഡ് എരുമണ്ണയിലൊക്കെ വന്ന പോലെ ഉണ്ടാവുകയും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് കൂടി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ പാവപ്പെട്ട വ്യാപാരികളുടെ കടകളില്ലാണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വികസനം ഒരിക്കലും വ്യാപാരി സമൂഹം സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം, പന്തീരങ്കാവ് മർച്ചന്റ് അസോസിയേഷന്റെ ആവശ്യം, ഈ പന്തീരങ്കാവ് അങ്ങാടിയിലെങ്കിലും റോഡ് ഒരു 15 മീറ്ററെങ്കിലും ആക്കി നിജപ്പെടുത്തിക്കൊണ്ട് ചെറുകിട വ്യാപാരികളെ, വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പന്തീരങ്കാവ് അങ്ങാടിയുടെ ഇരുവശങ്ങളിലുമുള്ള വലിയ തോതിലുള്ള തെരുവ് കച്ചവടം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കുറച്ചു മുന്നേ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര ഫലവത്തായിട്ടില്ല. ഇപ്പോ തെരുവ് കച്ചവടക്കാർ തമ്മിൽ തർക്കം തുടങ്ങിയിട്ടുണ്ട്. പത്രത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഇവര് പുറത്തുനിന്നുള്ള വേറെയുള്ള കച്ചവടക്കാർ വരുമ്പോൾ ഇവർ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും മാത്രമല്ല, വാടകയും ഭീമമായ വാടകയും സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ലൈസൻസുകളും നൽകിക്കൊണ്ട് വളരെ നിയമവിധേയമായി കച്ചവടം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം. അവരെ ഈ തെരുവ് കച്ചവടക്കാർക്ക് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും ഇല്ലാണ്ട് നിരോധിച്ച പ്ലാസ്റ്റിക്കും ഒരു FFSA ലൈസൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഏജൻസിയുടെ യാതൊരു മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചില്ലാത്ത ഒരു കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പന്തീരങ്കാവ് മർച്ചന്റ് അസോസിയേഷൻ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. മാങ്കാവ് കണ്ണിപറമ്പ് റോഡ് വികസനം 18 മീറ്റർ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങളും പുറത്തൊക്കെ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പന്തീരങ്കാവ് മർച്ചന്റ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യാപാരികളെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായി ഞങ്ങൾ ജനറൽ ബോഡി വിളിക്കുകയും മൊത്തം വ്യാപാരികളുടെ വികാരമായിക്കൊണ്ട് ഈ റോഡ് ഒരു 15 മീറ്റർ ആക്കി ചുരുക്കുക, അതോടൊപ്പം തന്നെ കച്ചവടം നഷ്ടപ്പെടുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക. ഏതൊരു വികസനം വന്നാലും നഷ്ടപ്പെടുന്നത് മുഴുവൻ വ്യാപാരികൾക്ക് മാത്രമാണ്. അതിനൊരു അറുതി വരണമെങ്കിൽ ഗവൺമെന്റുകൾ നമുക്ക് വേണ്ടി പാക്കേജുകൾ പാസ്സാക്കണം. വെറും ഒരു 75,000 രൂപ കൊടുത്ത് 10-30 വർഷം കച്ചവടം ചെയ്ത ഒരു വ്യാപാരിയെ പുറത്താക്കുന്ന ആ ഒരു നിലപാടിൽ നിന്ന് നമ്മുടെ അധികാരി വർഗം മാറണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 18 മീറ്റർ എന്നുള്ളത് ഒരു 15 മീറ്റർ ആക്കിയാൽ കുറെ സ്ഥാപനങ്ങൾ വീണ്ടും പന്തീരങ്കാവ് അങ്ങാടിയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുകൂടി ഞങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ വെക്കുകയാണ്. അവർ ആ തീരുമാനത്തിന് വേണ്ടി അവരുടെ നല്ലൊരു തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങിന്റെയും ഫ്രണ്ട് ഭാഗം മാത്രം പൊളിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബിൽഡിംഗ് അപകടാവസ്ഥയിലാവുകയും തുടർന്ന് അവിടെ വ്യാപാരം ചെയ്യാൻ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാവുകയും ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നത് ഒരു ബദൽ റോഡ്, അതായത് ഈ മാങ്കാവ് കണ്ണിപറമ്പ് റോഡിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ ഒരു ബദൽ റോഡ് നിർമ്മിക്കാൻ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇടപെട്ട് പന്തീരങ്കാവിൽ ഒരു ബസ് സ്റ്റാൻഡ്, ഇത്ര കുറെ കാലമായിട്ട് ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള കാര്യം. പന്തീരങ്കാവിനെ പോലത്തെ വലിയൊരു അങ്ങാടിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഇവിടെ രൂക്ഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബദൽ റോഡ് സംവിധാനവും ഒരു ബസ് സ്റ്റാൻഡും ഒക്കെ വന്ന് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ലഘൂകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്.